ഞായറാഴ്ചയാണേ. അപ്പൊ ഇന്ന് നമ്മൾ തൃപ്രയാറ് ശ്രീരാമ ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നേരം പെട്ടെന്ന് വെളുത്തോട്ടോ. ഇപ്പൊ ഏകദേശം 6:30-7 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 9 മണി പ്രതീതിയുണ്ട് അല്ലെ. നല്ലോണം വെളുത്തിങ്ങനെ നിൽക്കുവാണ്. ഇന്ന് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ദിവസമായിരുന്നു. ഞായറാഴ്ചയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് തൃപ്രയാർ പോവാന്ന്. അപ്പൊ ഇത് രാവിലെ എണീറ്റുകൊണ്ട് കുറച്ച് ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ. ഇത് എനിക്കും സൂചേട്ടനുമാണ്. പിന്നെ തുമ്പിക്ക് ഞാൻ ഒരെണ്ണം അടിച്ചും കൊടുത്തു കേട്ടോ. അപ്പൊ ഇതൊക്കെ എടുക്കണേന്റെ ഇടയിൽ ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചപ്പോ ചായ തിളച്ചു പോയി ഗൈസ്. മൊത്തം നിലത്ത് വീണു. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ധൃതിക്ക് പോവാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ട പതിവാണല്ലോ. എനിക്ക് അങ്ങനെ ഉണ്ടോ, എന്തെങ്കിലും ഒരു മുട്ടം പണി കിട്ടും. അങ്ങനെ അതൊക്കെ തുടച്ചു വൃത്തിയാക്കി നമ്മള് സംഭവങ്ങളൊക്കെ റെഡിയാക്കി. കുറൂന് ഞാൻ ഓൾറെഡി ഗോതമ്പ് ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പഴമൊന്നും അവൻ തിന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൊടുക്കാൻ നിന്നില്ല. നിർബന്ധിച്ച് കൊടുക്കാന്ന കുറേ നേരം പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആവണമെന്ന് നമുക്ക് കാണിച്ചില്ല കേട്ടോ. വേഗം തന്നെ പോയി. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. KSRTC ബസ് ഉണ്ട്, ഇപ്പൊ ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കത് കിട്ടിയില്ല. സാധാ ഒരു KSRTC ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സുഖമായിട്ട് പോയിട്ട് വരാല്ലേ. മറ്റേ പ്രൈവറ്റ് ആണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, ഭയങ്കര തിങ്ങി തിങ്ങി ഇരിക്കേണ്ടി വരും. അപ്പൊ നമ്മളിപ്പോ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുള്ളൂ കേട്ടോ. നമ്മളെവിടെന്നാ തെക്കേനടയിൽ കേട്ടോ ബസ് കയറിയത്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മള് തൃപ്രയാർ എത്തി. തൃപ്രയാർ എത്തിയതോടുകൂടി ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ചത്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തൃപ്രയാർ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ ഓട്ടോറിക്ഷ വരെ വരുന്നുണ്ടായിരുന്നില്ല. അത്രക്ക് തിരക്കായിരുന്നു. നാലമ്പലം തൊഴേണ്ട തിരക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മനസ്സുകൊണ്ട് തന്നെ തയ്യാറായിട്ടോ. സുക്രൂന്റെ കയ്യിലായിരിക്കുന്നത് തുമ്പിയുടെ ഡ്രസ്സുമ്മ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അവൻ അത് കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല, വീട്ടിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്. അതെന്തോ പ്രൈസ് ടാഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത്രക്ക് തിരക്കാണ് സംഭവം. അപ്പൊ ക്യൂ നിൽക്കുന്നതിന്റെ ഇടയിൽ മീനൂട്ടിന്റെ റെസിപ്റ്റ് ഒക്കെ എടുത്തു. നമ്മുടെ തുമ്പി സുക്രു ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമായി. അല്ലെങ്കിൽ ഇത്രയും നേരം ക്യൂ നിന്നൊക്കെ വരുമ്പോഴേക്കും നമ്മാകെ അവശതയാവും. പിള്ളേരെ കൊണ്ടൊക്കെ അല്ലേ വന്നിരിക്കുന്നത്. അവിടുത്തെ ഈ അധികൃതരൊക്കെ ഉണ്ടല്ലോ, വളരെ നല്ല പെരുമാറ്റമാണ് കേട്ടോ. കാരണം കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ നമ്മളെ കയറ്റിവിടും. അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗുരുവായൂരിനെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഇവിടെ അതൊന്ന് തോന്നി. ഗുരുവായൂർ കുഴപ്പമില്ലെങ്കിലും കുട്ടികളെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവരങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാറില്ല. പക്ഷെ തൃപ്രയാർ അങ്ങനെ നമുക്ക് നല്ല ഒരു കെയർ കിട്ടിയിട്ടും അതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കടത്തിവിട്ട്. തുമ്പിമുളയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒട്ടും ക്യൂ നിൽക്കണ്ട, നേരെ കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. ഒട്ടും ക്യൂ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ മീനൂട്ടൊക്കെ നടത്തി നമ്മള് പോവാണ്. മീനൂട്ടിന്റെ അവിടെ ഒന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ മീനുകളെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം നിന്നപ്പോഴൊക്കെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉഴുന്നുവട കഴിക്കാനായിട്ട് അവിടെ കയറി. ഒരു രക്ഷയില്ലാത്ത ഉഴുന്നുവടയായിരുന്നു, ഒന്നിനും കൊള്ളൂലായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇപ്പൊ നാലമ്പലമൊക്കെ അവിടുത്തെ ആൾക്കാരല്ലല്ലോ വരുന്നത്. അപ്പൊ അവരെയൊക്കെ പറ്റിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് എന്തോ ഒരു വെള്ളമൊക്കെ കലക്കിയിട്ട് ഒരു സംഭവം. ഉഴുന്നുവടയൊക്കെ കഴിക്കണോ, അങ്ങനത്തെ കുറെ നമ്മ തീരെ കഴിച്ചില്ല. ജസ്റ്റ് ഒക്കെ പൈസയും കൊടുത്ത് പോന്നു. അങ്ങനെ നമ്മള് കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. ഈ ഒരു സംഭവമാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് എന്തുട്ടാ, കൊതുകിനൊക്കെ അകറ്റാനായിട്ട് കുന്തിരിക്കം അങ്ങനത്തെ സാധനമാണ് വാങ്ങിച്ചത്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോളൂ. സുക്രൂനും തുമ്പിക്കും ജസ്റ്റ് ഒരു കുഞ്ഞ് എന്തൊക്കെയോ മേടിച്ചു. പാവ കൂട്ടത്തെ എന്തോ മേടിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഈ മയിൽപ്പീല് പറഞ്ഞ എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ മേടിച്ചില്ല. അങ്ങനെ ഇതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ പോവാണ്. നമ്മൾ നേരെ പോകുന്നത് വൈമാളിലേക്ക് ഒന്ന് ജസ്റ്റ് കയറാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ വൈമാളിലാണ് സൂചേട്ടന്റെ ഈ കിടക്കുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആണ് നമുക്ക്. ഞങ്ങളൊരു 10 മിനിറ്റിന് 60 രൂപയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ ചെയ്തതേ. ഞാൻ ചെയ്യുമ്പോൾ സൂചേട്ടൻ പിള്ളേരെ പിടിക്കും, സൂചേട്ടൻ ചെയ്തിരുന്നപ്പോ ഞാനും പിള്ളേരെ പിടിക്കും. അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഉറക്കം വരായിരുന്നു, അത്രക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നേരെ പോയത് പിള്ളേരുടെ ഗെയിമിംഗ് സെക്ഷനിലോട്ടാണ്. അങ്ങനെ അവിടെ കുറെ നേരം ഗെയിമൊക്കെ കളിച്ചു. തുമ്പിയും സുക്രവും ഒന്നും അധികം അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഇങ്ങനെ മോളിലൊക്കെ പോകുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ സൂചേട്ടന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്റെ നിർബന്ധപ്രകാരം ഇങ്ങനെ വന്നേ ഉള്ളൂ കേട്ടോ. വലിയ താല്പര്യമില്ല സൂചേട്ടന്. സൂചേട്ടൻ ഇങ്ങനെ മല, പുഴ അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. എനിക്ക് നേരെ തിരിച്ചുമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഇഷ്ടം. അങ്ങനെ ഇതേപോലെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ട് പുറത്തുനിന്നാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഈ ഹോട്ടലിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. വൈമാളിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഒരു ഷോർട്സ് ആക്കി ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോയി. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.